ഇറ്റ്സ് മീ അശ്വതി ഫ്രം GTV. എല്ലാ എപ്പിസോഡുകളിലും ഉള്ളതുപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒരുപാട് പ്രശസ്തരായ ഗായകരോടൊപ്പം തന്നെ വേദി പങ്കിടാനായിട്ട് അവസരങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുള്ള, ഒരുപാട് പ്രശസ്തയായിട്ട് തന്നെ ഉള്ള ഒരു ഗായികയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. നമുക്ക് ആളിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? വെൽക്കം മാം. ഹലോ. എത്ര നാളായി മാം ഈ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട്? ഞാൻ 2009 ഇവിടെ വന്നതാണ്. എൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ 2009 ഇവിടെ എൻ്റെ മമ്മിയുടെ ബ്രദറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ കൂടെ ഞാൻ വന്നു. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ആൻഡ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ പാഷൻ മ്യൂസിക്കാണ്. അപ്പം അതിലേക്ക് പതുക്കെ മാറണം. അല്ലാണ്ട് ഞാൻ എൻജിനീയറിങ് ഫീൽഡിൽ നിന്നിട്ട് എനിക്കൊരു പേർപ്പസ് ഇല്ലാതെ പോലെ തോന്നിയും കൊണ്ട് മ്യൂസിക് പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇറങ്ങി. അപ്പം 2009 തൊട്ട് ഇവിടെ ഉണ്ട്. അവറോൺ സ്കൂളിലാണല്ലേ വർക്ക് ചെയ്യുന്നത്? മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് വർക്ക് ആണ്. ഷാർജ ജെംസ് ആറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഷാർജ ബോയ്സ് ബ്രാഞ്ചിന്റെ ഹെഡ് ഓഫ് മ്യൂസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്ക് എനിക്ക് തോന്നുന്നു ടീച്ചിങ് എന്നൊരു പ്രൊഫഷൻ എന്ന് പറയുന്നത് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഈ പരം ഒരു സന്തോഷം വേറെ ഒന്നും ഉണ്ടാവും. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് സ്ട്രെസ്ഫുൾ ആണ്, വോയിസിന് ഇതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു പരിപാടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് പാടി ഇറങ്ങി വരുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും പിള്ളേർ ഓടി വരുമ്പോൾ ആ ഒരു സന്തോഷം വേറെ ഒരു ഫീൽഡിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അവിടെയാണ്, അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷം കാണുന്നൊരിത്. പിന്നെ ഓഫ് കോഴ്സ് വെൻ ഐ ദ ഹോൾ ഡേ, ദി എൻറ്റയർ ഡേ ഐ എം ഡീലിംഗ് വിത്ത് മ്യൂസിക്. അപ്പം അതിൽ കൂടുതലൊരു സന്തോഷം എനിക്കില്ല. ഓക്കെ. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഗായകർക്കൊപ്പം സ്റ്റേജ് പങ്കിടാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടി. ആൻഡ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചിത്ര മാമിൻ്റെ കൂടെ കുഞ്ഞുനാളിലെ മുതൽ ഞാൻ ഏഷ്യാനെറ്റിൽ പാടുമായിരുന്നു. അപ്പം ഞാൻ കൈതപ്പുറം സാറിൻ്റെ കൂടെ നാദമാധുരി കോക്കിലം അങ്ങനെ 2 പ്രോഗ്രാംസിൽ ഏഷ്യാനെറ്റിൽ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല ബ്രേക്ക് ആയിരുന്നു. പിന്നെ സ്കൂൾ വൈസ് ആണെങ്കിലും ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഒരു ബ്രേക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് പിന്നെ ഫ്രാങ്കോയുടെ കൂടെ പാടി, കെസ്റ്ററിൻ്റെ കൂടെ പാടി. അങ്ങനെ ചിത്ര മാമിൻ്റെ കൂടെ ഈയിടയിൽ ഇവിടെ ഒരു സ്റ്റേജിൽ ഞാൻ കൂടെ പാടി. 96.7 FM നമ്മുടെ ദുബായിൽ അവരുടെ ജിങ്കിൾ പാടുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ആണ് അതിലുള്ളത്. അതെനിക്കൊരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ആക്ച്വലി 96ൻ്റെ ഒരു ജിങ്കിൾ പാടാനായിട്ട്. അവരുടെ മെയിൻ ജിങ്കിളല്ല, അവർക്ക് കുറേ അതർ ജിങ്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് രാത്രി നിമി ചേച്ചിയുടെ ഷോ കഴിഞ്ഞിട്ടുള്ള ദൂരമരികെ അതിരുമറയേ എന്ന് പറയുന്ന ജിങ്കിളാണ് ഞാൻ പാടിയിട്ടുള്ളത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അവിടെ പോയി ആ ജിങ്കിൾ ചെയ്തു, അവർക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അതൊരു ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു. താങ്ക് യു ഹിറ്റ് FM ഫോർ ദാറ്റ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. എപ്പോഴും നമ്മുടെ ആ ഒരു വോയിസ് തന്നെ അത് ഭയങ്കര ഒരു ഇതാണ് ആക്ച്വലി. പലരും രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുമ്പം, ഞാൻ ഒരു നൈറ്റ് ട്രാവലർ അല്ല, പക്ഷെ പലരും പള്ളിയിലുള്ളവരൊക്കെ ട്രാവൽ ചെയ്തിട്ട് അയക്കും ഷെറിൻ്റെ പാട്ട്, ഷെറിൻ്റെ ജിങ്കിൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. മ്യൂസിക് ലൈഫിൽ ഒരു അൺഫർഗറ്റബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, അതെന്താണ്? അൺഫർഗറ്റബിൾ മൊമെന്റ് എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ പല ഇതിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. വെസ്റ്റേൺ പാടിയിട്ടുണ്ട്. മറ്റേ ഞാനപ്പം തമിഴ്നാട് ബോൺ ആൻഡ് ബോട്ടപ്പാണ്. ഞാൻ കോയമ്പത്തൂർ റേസ്ഡ് ആണ്. അപ്പം പെട്ടെന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കവിത പാരായണം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കവിത ഞാൻ ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്റ്റേജിൽ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ദക്ഷിണാമൂർത്തി സാറിൻ്റെ മുന്നിലാണ് കവിത ചൊല്ലുന്നത്. അതെനിക്ക് ഇപ്പോഴും, അത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 11th സ്റ്റാൻഡേർഡിലായിരുന്നു. അതെനിക്ക് ഒരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുദാസ് സാറിൻ്റെ ഗുരുവാണ്, ദക്ഷിണാമൂർത്തി സാറിൻ്റെ മുന്നിൽ പാടണം, കവിത ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എൻ്റെ സ്ഫുടത കാര്യങ്ങളെല്ലാം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അപ്പം അതെനിക്ക് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത. പാനിക് ആയില്ല, പക്ഷെ ഐ വാസ് കോൺഷ്യസ്. നമ്മൾ ഒരു വെറുതെ ഒരു സ്റ്റേജിൽ കയറി പാടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ അന്ന് പാടിയത്. അത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. അതാണ് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ്. ബിക്കോസ് അതെനിക്കൊന്നൊരു പാനിക് സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർമ്മയായിട്ട് നിൽക്കും. എൻ്റെ ഫാമിലിയൊക്കെ, എനിക്ക് എൻ്റെ പേരൻസ് കോയമ്പത്തൂർ സെറ്റിൽഡ് ആണ്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് അലൻ ഫിലിപ്പ്. അലനച്ഛനും കോയമ്പത്തൂരാണ്. ഞങ്ങൾക്കൊരു മോളുണ്ട്, ലിയ എൽസ ഫിലിപ്പ്. ഇവിടെ പഠിക്കുന്നു ജെംസ് മിലേനിയത്തിൽ. അങ്ങനെയാണ്. അമ്മയുടെ കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ?
എൻ്റെ കഴിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പക്ഷേ ഡാൻസ് കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ പാട്ട് പാടും. ദൈവം അനുഗ്രഹിച്ചൊരു ശബ്ദമുണ്ട്. അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്ത് അമ്മയോട് പാട്ടുകളൊക്കെ പാടിത്തരാൻ ആവശ്യപ്പെടാറുണ്ടോ? മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയൊരു പാട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഞങ്ങൾ ഒരുമിച്ച് അത് കേൾക്കും. അത് യൂട്യൂബിലുണ്ട്. എന്നേശുവേ എന്നേശുവേ നീ തന്നതെല്ലാം നന്മയ്ക്കായി. എന്നേശുവേ എന്നേശുവേ നീ തന്നതെല്ലാം നന്മയ്ക്കായി. തുன்பങ്ങൾ ഏറിടിലും വൻകാറ്റ് വീശിടിലും മരുഭൂവിൽ ചാരുവാൻ നീ മതിയേ. മമ കാന്താ നീ എൻ ജീവനേ. എന്നേശുവേ എന്നേശുവേ നീ തന്നതെല്ലാം നന്മയ്ക്കായി. പ്രശസ്ത ക്രിസ്തീയ ഗായകൻ കെസ്റ്ററുമായിട്ടുള്ള മ്യൂസിക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതൊരു കെസ്റ്റർ സാറുമായിട്ട് ഞാൻ സ്റ്റേജിലും പാടിയിട്ടുണ്ട്, സ്റ്റുഡിയോയിലും പാടിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ലൈഫ് ലെസൺസ് പറഞ്ഞു തന്ന ഒരു സാറാണ് കെസ്റ്റർ സർ. എങ്ങനെ പാടണം, എന്തൊക്കെ ചെയ്യണം, പിന്നെ എങ്ങനെ വാക്കുകൾ ലയിച്ച് പാടണം, ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്കും ഇറങ്ങുന്ന ഒരു സാറാണ്. അപ്പം പിന്നെ സ്റ്റുഡിയോയിൽ വെച്ചാണെങ്കിലും ആ പാട്ടിന് ഞാനും സാറും ഒരേ പാട്ട് 2 വേർഷനായിട്ട് പാടിയിട്ടുണ്ട് ആ സീഡിയിൽ തന്നെ. അപ്പം ഞാൻ പാടി കഴിഞ്ഞിട്ട് പോലും എനിക്ക് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്ന് ആ പാട്ടിനെ ഏറ്റവും ഭംഗിയാക്കി. അപ്പം റിയലി താങ്ക്ഫുൾ ടു കെസ്റ്റർ സർ ഫോർ ദാറ്റ് എക്സ്പീരിയൻസ്. പിന്നെ കെസ്റ്റർ സാറുമായിട്ട് നിന്ന് പാടാനുള്ള വേദി തന്നെ ഞാനതൊരു ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. GTV പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് മാമിന്? കലയെ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന ഒരു TV ആണ് GTV. അതിലെനിക്ക് ഇന്നൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും മേലും ഉയർച്ചകളും നന്മകളും GTVക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം GTV പ്രേക്ഷകർക്കൊപ്പം സ്പെൻഡ് ചെയ്ത ഷെറിൻ മാമിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ് ഫ്രം GTV. താങ്ക് യു.